ഗുഡ് മോർണിംഗ്. സോ എല്ലാവരുടെയും വിഷുവൊക്കെ അടിപൊളിയായി എന്ന് വിചാരിക്കുന്നു. സോ അതെൻ്റെ ഡേ പ്രൊഡക്ടിവിറ്റിയെ കുറിച്ച് സംസാരിക്കാനായിട്ട് വന്നതാണ്. പുതിയൊരു ടു ഡു ലിസ്റ്റ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ടു ഡു ലിസ്റ്റിൽ പറഞ്ഞിട്ട് കുറച്ച് 4 കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അതും കൂടി ചെയ്തതിന് ശേഷമായിരിക്കും പുതിയ ടു ഡു ലിസ്റ്റിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവുക കേട്ടോ. ഇനി ജേർണലിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മെഡിറ്റേഷനൊക്കെ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുക കേട്ടോ. എനിക്ക് തൈറോയിഡിൻ്റെ ഈ ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അത് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ നല്ലതാണ്. അത് നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എഡിറ്റിംഗ് ഒന്നും ഇന്ന് കാലത്ത് ഞാൻ രണ്ട് വ്ളോഗ്സിൽ മൈക്കൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടായിരുന്നു. അത് ചാർജിനിടാതെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചാർജൊക്കെ ഇട്ട് അതൊന്ന് സെറ്റായതിനു ശേഷം മൈക്ക് യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വോയിസ് കറക്റ്റായിട്ട് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ എഡിറ്റിംഗ് ആപ്സ് ഒക്കെ കിട്ടും. അപ്പോൾ അതിൽ തന്നെ നോക്കിയിട്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ ഡേ വളരെ നല്ലതായിരുന്നു. രാവിലെ എണിച്ചു, ഒരു 1 hour ഫാസ്റ്റിംഗ് ആയിരുന്നു, മോർണിംഗ് വാക്ക് കഴിഞ്ഞു, പിന്നെ ഒരു ടീ കുടിച്ചു, ദെൻ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ചമ്മന്തി അതായിരുന്നു കേട്ടോ. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ലാസ്റ്റ് ഡിന്നറിനുള്ളതും കൂടി പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ തടി കൂടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുറവ് കഴിക്കാനായി നിൽക്കരുത്. കാരണം വേണ്ടത് കഴിക്കുക, ആവശ്യത്തിന് വേണ്ടത് എത്ര വെച്ച് കഴിക്കുക. അതിനനുസരിച്ച് ശരീരത്തിന് എക്സസൈസും കൊടുക്കുക. അതായത് നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതെല്ലാം ഞാൻ എൻ്റെ കാര്യങ്ങളും ഞാൻ എടുക്കുന്ന ഡയറ്റിൻ്റെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവിടെ വിഷുവിൻ്റെ ഒക്കെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പുറത്തിരിപ്പുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം അതൊന്നും തൊടുന്നില്ല. കാരണം എനിക്ക് വെറുതെ ഇപ്പോൾ ഒരു ഫുഡ് കഴിച്ചിട്ട് അടുത്ത ഫുഡ് അപ്പം കഴിച്ചാൽ ഈ ഗ്യാസിൻ്റെ എഫക്ട്സ് അസിഡിറ്റി ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ശരീരം നല്ലപോലെ ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അതായത് വെള്ളം നന്നായി കുടിച്ചാൽ തന്നെ നമുക്ക് ഈ സമ്മർ സീസണിൽ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നിങ്ങൾ പിന്നെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിൽ ഓൺലൈൻ ജോബ്സ് ഒക്കെ ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഓൺലൈൻ ജോബ്സിന്റെ ഇതെല്ലാം ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ ആളുകളോട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. കണക്ട് ചെയ്യുക ലിങ്ക്ഡിനിൽ ഫ്രീലാൻസിങ് പോലുള്ള ജോബ്സ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ അതിങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വെറുതെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണ്ടേ. നമ്മൾ എന്തെങ്കിലും ഇപ്പം എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ കറക്റ്റ് ഓർഗനൈസ്ഡ് ആയിട്ട് വരാൻ തുടങ്ങി. ഇപ്പം എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഒരു സ്ലീപ്പി ഒക്കെ പോയിട്ടുണ്ട്. അതായത് ഒരു ലേസിനെസ് ഒക്കെ പോയിട്ടുണ്ട്. കുറച്ച് തനിയെ ബെറ്റർ ആയിട്ട് അതായത് ഓരോ ഹാബിറ്റ്സ് ബെറ്ററായി വരുന്നുണ്ട് എനിക്ക്. അത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ ബേസിസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷേ എന്ന് വെച്ചാൽ ഒരു കാര്യം, നമുക്കിത് ഇടയിൽ പെട്ടെന്ന് ഒരു ബ്രേക്ക് എടുത്താൽ നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ അത് കണ്ടിന്യൂറ്റി നല്ലപോലെ, അതായത് കൺസിസ്റ്റൻസി ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ ഓരോ ആളുകളുടെയും ഒരു ഹാബിറ്റ് ആണെങ്കിലും റൊട്ടീൻ ആണെങ്കിലും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് പല വീഡിയോസിലും ഇമിറ്റേറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത് വെച്ചാൽ എനിക്ക് എൻ്റെതായൊരു മെത്തേഡാണ്. അതായത് ഞാൻ എടുത്ത ഡയറ്റ് പ്ലാൻ മുഴുവൻ ഒരു ഡോക്ടറിന്റെ സൈഡിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഡയറ്റ് പ്ലാൻസിന്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടത്. അപ്പൊ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുവരാനും പറ്റും. അപ്പൊ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക, വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക, സ്മൂത്തീസും കാര്യങ്ങളും അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ കുക്കിംഗ് ഒക്കെ പരീക്ഷിച്ച് നോക്കുക. അതായത് കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബേസിക് സ്കില്ലാണ്. അതായത് അത് പെൺകുട്ടികൾക്ക് മാത്രം എന്നൊന്നുമില്ല. അപ്പൊ ഞാനാണെങ്കിലും എനിക്ക് നന്നായി കുക്കിംഗ് ഒക്കെ അറിയാം. പക്ഷെ ഒരുപാട് ഡിഷസ് ഒന്നും അറിയില്ലെങ്കിൽ പകുതിയൊക്കെ യൂട്യൂബ് നോക്കിയും ബാക്കിയുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടും അമ്മ ചെയ്യുന്നത് കണ്ടിട്ടും അങ്ങനെയൊക്കെയാണ് കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് ഇതിന്റെ കൂടെ നമുക്ക് പലരും വിചാരിക്കുന്നത് പെൺകുട്ടികൾക്ക് മാത്രം ഉള്ളതാണ്. അങ്ങനെയല്ല. നമ്മളിപ്പോൾ പുറത്തെവിടെങ്കിലും പോയി നിന്നു, ആൺപിള്ളേർ നിന്നാലും അവർക്ക് ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ വെളിയിൽ നിന്ന് ഫുഡ് കിട്ടാൻ വഴിയില്ല. പെട്ടെന്ന് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ സ്വന്തമായിട്ട് കുക്കിംഗ് അതൊരു സ്കില്ലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല തന്നെയായിരിക്കും. എന്തായാലും വെച്ച് ഉണ്ടാക്കാൻ അറിയുന്നത് നല്ല തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്നത്തോടെ ഈ ഷോർട്സ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ദിവസത്തേക്ക് ഷോർട്സ് സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ ലോങ് വ്ളോഗ്സ് ഇടാൻ പറ്റുവാണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഷോർട്സ് ഇടാം കേട്ടോ. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഷോർട്സ് ഇടുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഓഡിയൻസ് ടൈം നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ടൈമിന്റെ ചില ലിമിറ്റേഷൻസ് കാരണമായിരുന്നു ഞാൻ ഓഡിയൻസ് ടൈം നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യാതിരുന്നത്. കാരണം എനിക്ക് എന്തായാലും അത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ഫാസ്റ്റ് ആയിട്ട് ചെയ്താലേ വേറെയും ചില വർക്കുകളുണ്ട്. അപ്പൊ അതിലോട്ട് എൻഗേജ്ഡ് ആവണം. അതുകൊണ്ടാണ് പെട്ടെന്നെല്ലാം
ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്റെ വീഡിയോ കാണണ്ട, അതായത് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുകയാണ്, അത് സ്കിപ്പ് ചെയ്തോളൂ. എന്നെക്കാളും നല്ല വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ട്, അവരുടെയും കണ്ടോളൂ കേട്ടോ. താങ്ക് യു.